അങ്ങനെ റാപ്ലങ്ങിലെ ഗ്രാമത്തിലെ നല്ലവരായ കുറച്ചു മനുഷ്യരുടെ കൂടെ അവരുടെ ഫാമിലിയോടൊപ്പം ഡിന്നർ കഴിച്ചും ആ ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി കൺകുളിർക്കെ ആസ്വദിച്ചും ശേഷം അങ്ങ് മലകൾക്ക് മേലെ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർഗാനിക് ഓറഞ്ച് നല്ലപോലെ കഴിച്ചും പിന്നീട് അവിടുത്തെ നാട്ടുകാർ സ്നേഹത്തോടെ ഒരുക്കിയ ചോറും ചിക്കൻ കറിയും കഴിച്ചും അവസാനം ഓർഗാനിക് ഹണിയുടെ ടേസ്റ്റും ആസ്വദിച്ച് അവിടെ നിന്ന് നേരെ മേഘാലയ എന്ന പേരിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഐക്കോണിക് സ്പോട്ടിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. അങ്ങനെ പോകുന്ന വഴി ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറിയപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. ഇവരുടെ പേര് കുറച്ച് ടഫായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവർ ഒരു BSc അഗ്രികൾച്ചറിൽ ഗ്രാജുവേറ്റ് ആണ്. പുതിയ തരത്തിലുള്ള അഗ്രികൾച്ചറൽ ടെക്നോളജി കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഈ പ്ലോട്ട് ഇവർ ലീസിനെടുത്ത് കൃഷി ചെയ്യാൻ നിൽക്കുകയാണ്. കൃഷിയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മോഡേൺ രീതിയിലുള്ള കൃഷിരീതികളല്ല, പഴയ കാലഘട്ടത്തെ പിന്തുടർന്നു പോകുന്ന കൃഷിരീതികളാണ് ഇവിടെയുള്ളവർ പിന്തുടരുന്നത്. അതുമാത്രമല്ല, ഒരു ഫുട്ബോൾ പ്ലെയർ കൂടാതെ യാത്രകളോടും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ അവരുടെ കൊച്ചു വിശേഷങ്ങൾ അറിഞ്ഞ് അവിടെ നിന്ന് നേരെ വാലി ഓഫ് ക്ലൗഡ്സിലേക്ക്. അങ്ങനെ ഞങ്ങൾ നൊഞ്ച്രോങ് എത്തി. ഇതങ്ങ് മലകൾക്ക് മുകളിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. നൊഞ്ച്രോങ്ങിലെ വീടുകൾ വളരെ ലളിതമാണ്. എന്നാൽ ഓരോ വീടിന്റെയും ജനാല തുറക്കുന്നത് മലനിരകളിലേക്കും മേഘങ്ങളിലേക്കുമാണ്. ഇനി നാളെ നേരം പുലരുന്നതിന് മുമ്പ് ഇവിടം മേഘക്കടലായിരിക്കും. ഞങ്ങൾ പല വീഡിയോസിലും കേട്ടറിഞ്ഞത് ഇവിടെ വരേണ്ട സമയം രാവിലെ 3 മണി എന്നാണ്. പക്ഷേ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് രാവിലെ 5:30 ശേഷം വന്നാൽ മതി എന്നാണ്. ഞങ്ങൾ പോയ മാസം ജനുവരിയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ളവർ 5:30 വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടുകുമണി വലിപ്പത്തിൽ എന്തൊക്കെയോ ആ റോഡിലൂടെ പോകുന്നത് കാണാം. അതിനു ചുറ്റും നെൽപ്പാടങ്ങൾ, പേരിന് മാത്രം ഒഴുകുന്ന ഒരു പുഴയും. താഴെ കാണുന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ ഇത്രയും ഉയരത്തിൽ എത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുകളിൽ എത്തിയപ്പോൾ കണ്ടത് പ്രകൃതി സ്വന്തം കൈകൊണ്ട് വരച്ച ഒരു മനോഹര ചിത്രവും. ഈ തണുപ്പും കാറ്റും ആകാശത്തിലെ ഈ നിറക്കൂട്ടും ഈ ഒരു വൈകുന്നേരത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. മലമുകളിലെ തണുപ്പും അങ്ങ് ആകാശത്ത് പ്രകൃതിയുടെ കളർഫുൾ പെയിന്റിങ്സും കാണുന്ന ആരുടെയും മനസ്സ് ആകർഷിക്കുന്നതാണ്. ആ വിഷ്വൽ ആസ്വദിച്ച് ഇങ്ങനെ ആടുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഒരു മൂമെന്റ് മനസ്സ് എല്ലാ ചിന്തകളും മറന്ന് പ്രകൃതിയിലൂടെ ഇങ്ങനെ പാറി പറക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭാഗത്താണ് ടെന്റ് അടിച്ചത്. ഈ ഹോം സ്റ്റേയിലുള്ളവർക്ക് കുടിക്കാൻ വേണ്ടി ബ്രോ വെള്ളം അടുപ്പിൽ ചൂടാക്കുകയാണ്. അതും കൈകൊണ്ട് കറക്കി കറക്കി കാറ്റ് വരുത്തി അടുപ്പ് കത്തിക്കുന്നത്. സംഗതി കൊള്ളാം. ശേഷം ഡിന്നറൊക്കെ കഴിച്ച് ടെന്റിൽ പോയി അങ്ങ് കിടന്നു. സൂര്യൻ എഴുന്നേൽക്കാൻ സമയമായി കൊണ്ടിരിക്കുന്നു. ഞങ്ങളും അങ്ങ് ദൂരെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു മാജിക്കൽ വിഷ്വൽ കാണാനായി. ഞങ്ങൾ മാത്രമല്ല, അങ്ങ് മേലെ ചന്ദ്രനും ഇങ്ങ് താഴെ വേറെയും കുറെ വിനോദസഞ്ചാരികളും. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞു. മനസ്സ് നിറയെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ആ സൂര്യ വെളിച്ചം പതുക്കെ ചുറ്റിലും നിറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ കൗതുകം നിറഞ്ഞ കാഴ്ച കണ്ടത്. മേഘങ്ങൾ താഴെ ഭൂമിയിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഷോക്കായി. ഈ കാണുന്നത് മേഘമോ അതോ മേഘക്കടലോ? അങ്ങ് മേലെ അമ്പിളിയമ്മാവൻ സൂര്യനെ കണ്ടിട്ടേ പോകുകയുള്ളൂ എന്ന വാശിയിലാണെന്ന് തോന്നുന്നു. മൂപ്പര് പോകേണ്ട പ്ലാനൊന്നും കാണുന്നില്ല. ശരിക്കും പ്രകൃതിയുടെ മാസ്മരികത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നൊഞ്ച്രോങ് ഒരിക്കൽ വന്ന് കണ്ടാൽ മതി. ഇതാണ് രാജുഭായ്. ആളൊരു ഓസ്ട്രേലിയക്കാരനാണ്. ഇന്നലത്തെ രാത്രി ഹോം സ്റ്റേയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്.
നേരെ മുകളിൽ നമ്മൾ വീടിന്റെ റൂഫിൽ കളർഫുൾ പെയിന്റ് അടിച്ച് ഭംഗിയാക്കി വെക്കില്ലേ, അതുപോലെ അങ്ങ് ആകാശത്ത് യൂണിവേഴ്സ് ഓറഞ്ച് കളർഫുൾ പെയിന്റ് അടിച്ച് ആ ഒരു ആംബിയൻസിനെ തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ്. ഈ മേഘത്താഴ്വര ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ മനസ്സിൽ പല രൂപത്തിലുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങളാണ്. ഇനി ഇതാണോ ആ സ്വർഗലോകം എന്ന് കാണുന്നവർക്ക് തോന്നിയാലും അതിൽ യാതൊരു വണ്ടറുമില്ല. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും എങ്ങനെയാണ് ഈ ഭൂപ്രകൃതി ഇത്രയും മനോഹരമായി മേഘങ്ങളെ ചേർത്തി നിർത്തുന്നത് എന്ന്. ശരിയല്ലേ? എന്തെന്നാൽ ബംഗ്ലാദേശ് ഭാഗത്ത് നിന്ന് ചൂടും ഈർപ്പവും നിറച്ചു വന്ന കാറ്റ് ഈസ്റ്റ് ഗാസി ഹിൽസിൽ തണുത്ത മലകളിൽ ചെന്ന് ഇടിക്കും. പിന്നെ രാത്രിയായാൽ താപനിലയും കുറയും. അതോടെ ആ കാറ്റ് കൊണ്ടുവന്ന മേഘങ്ങൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കിടക്കാമെന്ന് തീരുമാനിച്ച് ഈ താഴ്വരയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. അതിനാലാണ് സൂര്യോദയ സമയത്ത് മലകൾ മേഘസമുദ്രത്തിന് മുകളിൽ ഒഴുകുന്ന ദ്വീപുകൾ പോലെ കാണപ്പെടുന്നത്. കുട്ടിക്കാലത്ത് ആ പഴയ ഫാന്റസി സീരിയലുകളിലോ അല്ലെങ്കിൽ അമ്മിണിപ്പൂവിന്റെ അമ്പിളിയമ്മാവൻ കഥകളിലോ ഒക്കെ നമ്മൾ ഒരു ലോകത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? മാലാഖമാരും ദൈവങ്ങളും ഒക്കെ ജീവിക്കുന്ന മഞ്ഞിന്റെയും മേഘങ്ങളുടെയും കോട്ടകളുള്ള ഒരു സ്വർഗലോകം. പുരാണങ്ങളിൽ ദേവലോകം മേഘങ്ങൾക്കും പ്രകാശത്തിനും അതീതമായ ദിവ്യലോകമാണ്. ഇന്ന് ഈ മേഘസമുദ്രത്തിന് മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ ഒരു നേർത്ത സൂചന ഭൂമിയിൽ കാണുന്നത് പോലെ തോന്നുന്നു. അന്ന് പുസ്തകങ്ങളിലെ ചിത്രങ്ങളിൽ മാത്രം കണ്ട് അത്ഭുതപ്പെട്ട ആ മാന്ത്രിക ലോകം അത് വെറുമൊരു സങ്കല്പമല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ആ പഴയ കുട്ടിക്കാലത്തെ ഫാന്റസി ലോകത്ത് എത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിലും അങ്ങനെയൊരു വിഷ്വൽ തോന്നുന്നുണ്ടോ? അത് നോക്കൂ, അങ്ങ് ആകാശത്ത് സ്വർണ്ണ നിറം പടർത്തിക്കൊണ്ട് സൂര്യൻ ഉദിച്ചുയരുകയാണ്. എന്നാൽ ഇങ്ങ് താഴെ മഞ്ഞിന്റെ ഒരു വലിയ കടൽ മലനിരകളെ മുഴുവൻ പുതപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങുകയാണ്. നമ്മളെയൊക്കെ പോലെ, ശരിയല്ലേ? അങ്ങനെ ഞങ്ങൾ മലകളിലൂടെ മേഘങ്ങളെ അടുത്തു കാണാനായി താഴോട്ട് ഇറങ്ങി. മലകൾക്ക് മുകളിലൂടെ സൂര്യൻ ഉദിച്ചുയർന്നുകൊണ്ട് നമ്മളോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എന്ന്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു ഫ്രണ്ട്സ്. സൂര്യനെ നോക്കുമ്പോൾ ഈ ഒരു നോൺജറിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും ഫ്രണ്ട്സ്. കാരണം ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ മൈൻഡിൽ തോന്നുന്നത്. എൻ്റെ ഹൃദയം വളരെയധികം ഹാപ്പിയാണ്. എനിക്ക് ഇത്രയും സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ മേഘാലയയിൽ കണ്ടു. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം, ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു മൊമെൻറ്റ്, ഒരിക്കലും ആരും മിസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നിയ മൊമെൻറ്റ് അത് ഇവിടെയാണ്. നോൺജറോങ് മേഘാലയ പൂർണ്ണമാവുന്നത് ഇവിടെയാണ്. എല്ലാ തരത്തിലും ദ ലാൻഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഫ്രണ്ട്സ്. അവിടെ സ്വർണ്ണ നിറങ്ങൾ നിറഞ്ഞ കുന്നുകളിൽ ചെറുകിളികൾ വളരെ ഉന്മേഷത്തോടെ പാറിപ്പറന്ന് കളിക്കുകയാണ്. ആധുനിക ലോകം അതിവേഗത്തിൽ ഓടുമ്പോൾ
ഇവിടെ നൊഞ്ചറോങ് ഇപ്പോഴും പ്രകൃതിയോട് കൈകോർത്താണ് നടക്കുന്നത്. ഇവിടുത്തെ വീടുകൾ ആഡംബരമുള്ളതല്ല, പക്ഷേ അവരുടെ ജനാലകൾ തുറക്കുന്നത് കോടികൾ വിലമതിക്കുന്ന കാഴ്ചകളിലേക്കാണ്. ഈ അനുഭവം ടിക്കറ്റ് എടുത്താൽ കിട്ടുന്ന ഒന്നല്ല. പ്രകൃതി അനുകൂലിക്കണം, കാലാവസ്ഥ ഒപ്പമുണ്ടാവണം, പിന്നെ കുറച്ച് ഭാഗ്യവും. അങ്ങനെ എല്ലാം ഒത്തുചേരുന്ന ദിവസങ്ങളിലാണ് ഈ പ്രകൃതിയുടെ അമേസിംഗ് വിഷ്വൽ നമ്മൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല, നമ്മൾ മറന്നുപോയ നമ്മുടെ കുട്ടിക്കാലത്തെ ആ സ്വപ്ന ലോകമാണ്. ഒരിക്കൽ ഇവിടെ വന്നുപോയാൽ ഈ കാഴ്ചയും ഈ തണുത്ത കാറ്റും ഇവിടത്തെ ഈ മാന്ത്രികതയും നിങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ആ കഥകളിലെ സ്വർഗലോകം എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കിനി ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ദാ ഇവിടെയാണ്, ഈ മേഘാലയയിലെ നൊഞ്ചറോങ്. നോക്കൂ, നമ്മുടെ കാൽക്കീഴിൽ പരന്നു കിടക്കുന്നത് ഭൂമിയല്ല, മേഘങ്ങളുടെ ഒരു വലിയ കടലാണ്. നമ്മൾ ഭൂമിയിലാണോ അതോ ആകാശത്ത് ഏതോ മേഘക്കോട്ടയ്ക്ക് മുകളിലാണോ എന്ന് തോന്നിപ്പോകും. താഴെ മുഴുവൻ നല്ല പാൽക്കടൽ പോലെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ സമയം നോക്കി ജീവിക്കുന്നവരല്ല, കാലാവസ്ഥ നോക്കിയാണ് ജീവിക്കുന്നത്. രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ പലരും കൃഷിയിടങ്ങളിലേക്ക് പോകും. മലഞ്ചെരുവുകളിലെ ചെറിയ കൃഷിയിടങ്ങളിൽ ഇഞ്ചിയും മഞ്ഞളും അടയ്ക്കയും കുരുമുളകും ഓറഞ്ച് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യും. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ